ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കുറച്ച് ചെടികളെയാണ്. ആദ്യമായി ഫയർ ബുഷ് എന്ന ചെടിയാണ്. അത് ധാരാളമായി എല്ലാ കാലാവസ്ഥയിലും പൂക്കുന്ന ചെടിയാണ്. നിലത്തും അതുപോലെ ചെടിച്ചട്ടികളിലും ഉണ്ടാക്കാം. നല്ല പൊക്കത്തിലായാലും ഉണ്ടാവും. നല്ല ചെടിച്ചട്ടികളിലാകുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ കൊമ്പുകളൊക്കെ ശാഖകളൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ നിറയെ ബുഷായി വളരും. നന്നായി വളരുന്ന നിറയെ പൂക്കൾ തരുന്ന ചെടിയാണ്. എല്ലാ കാലാവസ്ഥയിലും പൂക്കും ചെയ്യും. സാധാരണ നമ്മൾ നിലത്ത് വളർത്തുകയാണെങ്കിൽ ഇതിന് കാര്യമായിട്ടുള്ള വളങ്ങളൊന്നും വേണ്ട. പക്ഷേ ചെടിച്ചട്ടികളിലാവുമ്പോൾ ഇതിന് പ്രത്യേകമായിട്ട് വളങ്ങൾ, എല്ലുപൊടി, ചകിരിച്ചോറ്, ചാണകപ്പൊടി അങ്ങനെയൊക്കെയുള്ള എല്ലാ മണ്ണും എല്ലാം ചേർത്ത് വേണം ഉണ്ടാക്കുവാൻ. അല്ലെങ്കിൽ അതിൽ വെള്ളം കെട്ടി നിൽക്കില്ലേ, അപ്പോൾ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാം ചെയ്യണം. എന്നാലും ചെടിച്ചട്ടികളിലാവുമ്പോൾ നന്നായിട്ടുണ്ടാവും. ചെടി കൊമ്പുകളൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ നല്ല ശാഖകളായിട്ട് നിറയെ വളരുന്ന, നല്ല ബുഷായിട്ട് വളരുന്ന നല്ല ചെടിയാണ്. നിറയെ പൂക്കളും തരും. ഇത് മുല്ല ഇനത്തിൽപ്പെട്ടൊരു മുല്ലയാണ്. മണിമുല്ല എന്നാണ് അതിന് പറയണത്. എല്ലാ മതിൽ കൂടെയും മരത്തിൽ കൂടെയൊക്കെ പടർത്തി വിടാം. നിറയെ പൂക്കൾ തരുന്നൊരു ചെടിയാണ്. കുറ്റിച്ചെടിയായിട്ടും വളർത്താം. പക്ഷേ അതിന് നന്നായി ചെടികളിൽ അതിനുള്ള അടിവളങ്ങളും എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് കുറ്റിച്ചെടികളായിട്ടും വളർത്താം. ധാരാളം പൂക്കൾ തരുന്നൊരു ചെടിയാണ്. ഇതൊരു വെള്ള ശംഖുപുഷ്പമാണ്. ഇതിൻ്റെ നീല ശംഖുപുഷ്പം ഇവിടെ ഉണ്ട്, പക്ഷെ അത് വിരിഞ്ഞിട്ടില്ല. വെള്ള ശംഖുപുഷ്പം നിറയെ ഉണ്ടാവുന്നതാണ്. മരങ്ങളിൽ കൂടെയും നമ്മൾക്ക് മതിൽ കൂടെയും എല്ലാത്തിലും വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ്. നിറയെ പൂക്കൾ തരും. ഈ നീല ശംഖുപുഷ്പം പൂക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വീഡിയോ ഇടാന്ന്.
ഇത് കൃഷ്ണകിരീടം എന്ന് പറഞ്ഞ ചെടിയാണ്. ഇത് നമുക്ക് നിലങ്ങളിലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റും. നല്ല നിറയെ പൂക്കൾ തരും. പൂക്കളും മൊട്ടുകളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് നിറയെ പൂക്കളുണ്ടാവുന്ന ഒരു ഇതാണ് കൃഷ്ണകിരീടം. ഇതിൻ്റെ പൂക്കൾ നല്ല ഭംഗിയാണ്. മൊട്ടുകളൊക്കെ നല്ല മുത്തുകൾ പോലെ ഉണ്ട്. പിന്നെ ഇതിന് നല്ല പൂക്കൾ തരുന്ന ചെടിയാണ്. മഴക്കാലത്ത് ഇത്തിരി കൂടുതലായിട്ട് ഇതിൻ്റെ പൂക്കളുണ്ടാവും. ഇതിൻ്റെ വേരുകളിൽ കൂടെ തന്നെ ഇതിന് തൈകളൊക്കെ നിറയെ ഉണ്ടാവും. അപ്പോൾ ധാരാളം പൂ തന്നെ നല്ല ഭംഗിയുള്ള പൂവാണ്. ഇത് മഞ്ഞരളി പൂവാണ്. ഇത് ചെടിച്ചട്ടികളിലും പിന്നെ നമുക്ക് മണ്ണിലും വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ചെടിയാണ്. ചെടിച്ചട്ടികളിലാകുമ്പോൾ നമുക്ക് അതിനെ ഇടയ്ക്കിടയ്ക്ക് വെട്ടിയിട്ട് ബുഷായി വളർത്താം. ശാഖകളൊക്കെ നിറയെ വരും. അല്ലെങ്കിൽ മണ്ണിലാവുമ്പോൾ നമുക്ക് വള്ളികളായിട്ട് അതിനെ പടർത്തി വിട്ട് നിറയെ പൂക്കൾ തരുന്ന ഒരു ചെടിയാണ്.